ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിമൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം നമുക്ക് കിട്ടിയിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്, അതേപോലെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ജിലേബിയാണ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ കുറച്ച് വിഭവം കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ്. അത് ഇതേപോലെ തന്നെ ഒരു 2 ഗ്ലാസോളം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 25 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അത് നമുക്കൊരു മിക്സിയുടെ വലിയ ജാറിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കാരണം അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ആ നൂറ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ സത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വെള്ളം പോലുള്ള പോർഷനാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. ആ കൊഴുപ്പുള്ള ഭാഗമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു വലിയൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് താഴെ ഒരു പാത്രം വെച്ച് നമ്മളത് നന്നായിട്ട് തന്നെ അത് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ആ ഒരു ചണ്ടിയാവുന്ന ഭാഗം നമുക്ക് ആവുന്നത് വരേക്ക് നന്നായിട്ട് അതിൻ്റെ ആ പാല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് ആ പാല് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചതെല്ലാം അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി അതിൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം എന്നല്ല, നമുക്കൊരു അതിൽ എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ കൊഴുപ്പുണ്ട് തോന്നുന്നു അത്രയും തവണ ഒരു 2 or 3 പ്രാവശ്യം വരേക്ക് മാക്സിമം അത് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അടുപ്പത്ത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു കൊഴുപ്പ് കൂടുതലുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്കത് ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചുകൊണ്ട് വേണം ഈ ഒരു ലെവലിലേക്ക് ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിനെ കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ജിലേബി കളർ എടുത്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതാ ഉണ്ടാക്കി വെച്ചത് മുഴുവനായിട്ട് വേണമെന്നില്ല. അത് നിങ്ങൾ ആ കളറിൻ്റെ അതിനനുസരിച്ചിട്ട് ഉപയോഗിച്ചോളുക. ഞാൻ മാവിലേക്ക് അത് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഒന്നാക്കി കൊടുക്കാം. പിന്നെ ഇതിലൊന്നും കട്ടയൊന്നും പിടിക്കില്ല. കറക്റ്റായിട്ട് നമ്മൾ കൈവച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല സ്മൂത്തായിട്ടൊരു പേസ്റ്റ് പോലത്തെ ഒരു മാവായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിലേക്ക് ഈ കളറും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്താക്കുക. ഇനി കളർ നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഇവിടെ ഞാൻ ജിലേബി ആയതുകൊണ്ട് നമ്മൾ സാധാരണ പെട്ടെന്ന് നമ്മുടെ ഒരു കൺസെപ്റ്റ് റെഡാണല്ലോ, അതുകൊണ്ട് മാത്രം ഇത് ചേർത്താണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കാം. അതിലേക്ക് നമ്മൾ 1 കപ്പ് ഗോതമ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ഗോതമ്പല്ല എടുത്തത്. അപ്പോൾ അത് 1.5 ഗ്ലാസ് വരയ്ക്ക് പഞ്ചസാര എടുക്കാം. അതേപോലെ തന്നെ ഒരു 1.5 ഗ്ലാസ്സിൽ വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് അതിൽ ജിലേബി ഉണ്ടായി കഴിഞ്ഞാൽ മുങ്ങിക്കിടക്കുള്ളൂ. അപ്പോൾ ഇനി ആ പഞ്ചസാര അലിയുന്ന വരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ലേശം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഈ പഞ്ചസാര പാനി കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി നാരങ്ങ നീരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു അരമുറി നാരങ്ങയാണ്, അത് ഫുള്ളായിട്ട് തന്നെ വേണമെന്നില്ല. ഒരു 5-6 തുള്ളി നമുക്ക് അതിൽ ഒറ്റിച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത് പാനി ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കട്ടയാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. പാനി എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെള്ളം പോലെ തന്നെ കിട്ടിയാലല്ലേ അത് മുങ്ങിക്കിടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചെറു തീയിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം. ഈ സമയത്ത് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാവ് എടുത്ത് വെച്ചതിന് ഒരു കവർ യൂസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് അതിൻ്റെ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കവറിൽ ഈ ഫില്ലിംഗ് നിറച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നല്ല ഷേപ്പ് വേണ്ട ആൾക്കാർക്ക് അതിനനുസരിച്ചൊക്കെ ചെയ്യാം. ഞാൻ ഏകദേശം ജിലേബിയുടെ ഒരു ഷേപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് എണ്ണ നന്നായി ഇരിക്കണം എന്നില്ല. ഏകദേശം ഒരു പരന്ന പാൻ എടുക്കുകയായിരിക്കും കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്കിതിങ്ങനെ വൃത്തിയായിട്ട് തന്നെ ചുറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് ചുറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനം നിർത്തുമ്പം അതൊന്ന് മുകളിലേക്ക് ആക്കുന്ന ലെവലിലാക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട്
ഇങ്ങനെ നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങളത് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് പെട്ടെന്നൊന്നും മറിച്ചിടരുത്. അപ്പോൾ നന്നായിട്ട് ആവണ വരെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നന്നായിട്ട് മൊരിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നിങ്ങളത് പീച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു പതുപതുപ്പാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് രണ്ട് വശവും ഒരു വശം നന്നായിട്ട് ആയതിനു ശേഷം മാത്രം മറ്റേ വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ല ക്രിസ്പായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക തൊടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം ഈ പഞ്ചസാര പാനിലേക്ക് മുക്കിയിടുക. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ വരെ പാനിയിൽ വെച്ചതാണിത്. വളരെ സോഫ്റ്റാണ്, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഇതേ മാവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഹൽവയാണത്. അതിലും ഇതേപോലെ നമ്മൾ ചുവന്ന ഹൽവ കിട്ടാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ കളർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇവിടെ ചെയ്ത് മാവ് ഉണ്ടാക്കി വെച്ചല്ലോ, അതായത് കളർ ആഡ് ചെയ്യുന്നതിന് മുന്നേ മാവ് ഉണ്ടാക്കി വെച്ചു. അതേ മാവിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾ ശർക്കരയാണെന്ന് വെച്ചാൽ അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കളറും യൂസ് ചെയ്യുക. അങ്ങനെ കുറുകി വരുന്നവരേക്ക് നെയ്യ് ഇട്ടിട്ട് നമ്മൾ എടുക്കുക. ലാസ്റ്റ് ഈ ഒരു ഹൽവ പരുവാകുമ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ നന്നായി തടവി കൊടുത്തിട്ട് പിന്നെ അതിൽ നിങ്ങൾക്ക് വേണ്ട നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അത് എന്താണോ കയ്യിലുള്ളത്, ഞാനിവിടെ കുറച്ച് നിലക്കടലയാണ് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ, അല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കുന്നവർക്ക് അത് ചെയ്യാം, തേങ്ങാക്കൊത്ത് ഇടണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ എന്താണോ കയ്യിലുള്ളത് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി വാങ്ങുക. ലാസ്റ്റ് ഈ എണ്ണയോ നെയ്യോ തേച്ചൊരു പാത്രത്തിൽ അല്ലെങ്കിൽ പ്ലേറ്റിൽ നമ്മളിത് കൊട്ടി വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. പിന്നെ മറ്റുള്ള ഹൽവ പോലെയല്ല, വളരെ നമ്മൾ കാണിച്ചല്ലോ ഞാൻ ചിത്രത്തിൽ, അത്രയും ഒരു സ്മൂത്താണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. വളരെ എന്താ പറയുക, അത്രയും നല്ല സ്മൂത്തായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ അത്രയും പോലെ ഒരു ഹാർഡ്നെസ് ഒന്നുമില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ വളരെ ഹെൽത്തി. സാധാരണ മൈദ ഉപയോഗിച്ചിട്ടാണ് ഹൽവ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയതും അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി കുറച്ചും കൂടി ടേസ്റ്റ് വേണമെങ്കിൽ നമ്മളത് കുറുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടി യൂസ് ചെയ്തെടുക്കാം. അപ്പം ഇതുപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറുക്കിയെടുത്ത ഈ ഗോതമ്പിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ചെയ്ത എല്ലാ പ്രൊസീജിയറും ചെയ്ത് ആ ഒരു പേസ്റ്റ് ആവുന്നവരേക്ക് നമ്മൾ ഇളക്കി എടുത്ത് വെച്ചല്ലോ. അതിന് ശേഷമാണല്ലോ ഇതിന് വേണ്ടിയിട്ട് കളറൊക്കെ മിക്സ് ചെയ്തത്. അപ്പോൾ ആ ഒരു പരുവം വരെ ആക്കിയെടുക്കുക. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് നമ്മൾ ആവശ്യമുള്ള പാലും ഒഴിച്ചു കൊടുത്ത്, നിങ്ങൾക്ക് എങ്ങനെ തിക്കാണോ വേണ്ടത് ഷേക്കിന് വെച്ചാൽ അതിനനുസരിച്ചുകൊണ്ട് പാലിൻ്റെ അളവ് ചേർത്ത് കൊടുത്ത് പഞ്ചസാരയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഗ്ലാസ്സുകളിലാക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ആ പഞ്ചസാര ചേർക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ അതിനുള്ള ഐറ്റംസ്, ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ എൻ്റെ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കാം. ആ പൊടികൾ ചേർക്കുക. ഡേറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഈന്തപ്പഴമൊക്കെ നല്ലതല്ലേ, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു മണം. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ മണമൊന്നും മുന്നിട്ട് നിൽക്കില്ല. അത് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കിയത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം, കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രം. പിന്നെ ഇതിൽ നമുക്ക് മാക്സിമം നിങ്ങൾക്കുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കളർ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും. അതിൽ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ട് അതിൻ്റെയൊക്കെ ഓരോ ചെറിയ കഷ്ണങ്ങളിട്ട് അടിച്ചെടുത്താലും ഓരോ ഫ്ലേവറും കിട്ടും, ഓരോ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ജിലേബി ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതേപോലെ തന്നെ അത് വല്ലാണ്ട് പാനിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് വളരെ ലൂസായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു മാക്സിമം ഒരു 1.5-2 മണിക്കൂർ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അലിഞ്ഞ് പോണ പരുവം വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു പതുപതുപ്പായി എടുക്കാൻ പാകത്തിനാവുന്ന സമയത്തേക്ക് മാറ്റുക. എനിക്കിവിടെ ഒരു 1.5-2 മണിക്കൂറിൻ്റെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് അതുവരെ മാത്രം വെച്ചാൽ മതി. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ടത്, അത് ഇതിൽ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് കുറുക്കിയെടുക്കാൻ. അരിപ്പൊടി ലേശം പാത്രത്തിലെടുത്ത് ലേശം വെള്ളമൊഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഈ കുറുക്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ അത്
കുറുകി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെറും ഈ ഒരു മാവന്നെ ആണെച്ചാൽ നമുക്ക് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല മൊരിഞ്ഞ ആ ഒരു ഷേപ്പൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഒരു ബലം കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കുന്നത്. ആ അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിനും ആപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി തന്നെയാണ്. വറുത്തതായാലും കുഴപ്പമില്ല. പുട്ടുപൊടി ഉപയോഗിക്കേണ്ട. ഈ അരിപ്പൊടിയും കൂടി അതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പേസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലും വളരെ വ്യത്യസ്തമായിട്ടും വളരെ ടേസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ.